ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മനോഹരമായ അഗ്ലോണിമ പ്ലാന്റ് ആണ്. നിറങ്ങളാർന്ന ഇലകളും എളുപ്പത്തിലുള്ള പരിപാലനവുമാണ് ഈ ചെടിയെ ഇൻഡോർ ഗാർഡനിൽ ഏറെ ജനപ്രിയമാക്കുന്നത്. വായു ശുദ്ധീകരിക്കാനും വീട്ടിൻ്റെ ഭംഗി കൂട്ടാനും സഹായിക്കുന്ന ഈ ചെടിയെക്കുറിച്ചുള്ള ചില വിശേഷങ്ങൾ നോക്കാം. ഇപ്പോൾ എപ്പോഴും മഴയുള്ള കാലാവസ്ഥയാണ്. അതിനാൽ അഗ്ലോണിമയ്ക്ക് അധികം വെള്ളം കൊടുക്കേണ്ടതില്ല. മണ്ണിൻ്റെ മുകളിലെ ഭാഗം അല്പം ഉണങ്ങിയാൽ മാത്രം വെള്ളം കൊടുക്കുക. മഴക്കാലത്ത് നേരിട്ടുള്ള ശക്തമായ സൂര്യപ്രകാശം കുറവായതിനാൽ നല്ല വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നത് ഇലകളുടെ നിറവും ഭംഗിയും നിലനിർത്താൻ സഹായിക്കും. അഗ്ലോണിമ ഒരു അലങ്കാര സസ്യമാണ്. ഇത് ഒരു ഇൻഡോർ എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണ്. നിരവധി വെറൈറ്റികളിൽ ലഭ്യമാണ്. ഈ ചെടിയുടെ പരിപാലനം വളരെ എളുപ്പവുമാണ്. ഇതിനെ ചൈനീസ് എവർഗ്രീൻ എന്നും വിളിക്കുന്നുണ്ട്. ഇത് ഒരു പെരിനിയൽ ഹൗസ് പ്ലാന്റ് ആണ്, അതായത് വർഷങ്ങളോളം ജീവിക്കുന്ന ഇൻഡോർ ചെടി. ഈ അഗ്ലോണിമയുടെ ഇലകളിൽ കടും പച്ചയും ഇളം പച്ചയും കലർന്ന മനോഹരമായ കളർ കോമ്പിനേഷനാണ് കാണുന്നത്. ഈ നിറവ്യത്യാസം തന്നെയാണ് ചെടികൾക്ക് കൂടുതൽ ഭംഗിയും ആകർഷണീയതയും നൽകുന്നത്. ഇൻഡോർ പ്ലാന്റായി വളർത്താൻ ഏറ്റവും അനുയോജ്യവും ഔട്ട്ഡോർ പ്ലാന്റായും വളർത്താവുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ചെടികളെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചെടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഒരു വലിയ പ്രചോദനമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എൻ്റെ ചെടികളിൽ ചെറിയ പൂക്കൾ വന്നിട്ടുണ്ട്. ചിലർക്ക് അഗ്ലോണിമയിൽ പൂക്കൾ വരുന്നത് ഇഷ്ടമായിരിക്കും. എന്നാൽ ചെടിയുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ പൂക്കൾ ചെടിയുടെ ഊർജം മുഴുവൻ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ചെടിക്ക് കൂടുതൽ കരുത്തോടെ വളരാനും ഇലകൾക്ക് നല്ല തിളക്കം കിട്ടാനും ഈ പൂക്കൾ നുള്ളിക്കളയുന്നതാണ് നല്ലത്. ഇതാ നോക്കൂ, ഞാൻ മെല്ലെ കൈകൊണ്ട് തന്നെ ഈ പൂക്കൾ അടർത്തി മാറ്റുകയാണ്. ഇത് ചെടിക്ക് യാതൊരു ദോഷവും ചെയ്യില്ല, മറിച്ച് ചെടി കൂടുതൽ ആരോഗ്യത്തോടെ വളരാൻ ഇത് സഹായിക്കും. പൂക്കൾ നീക്കം ചെയ്ത ശേഷം ചെടിക്ക് ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അമിതമായ വെള്ളം ഒഴിക്കരുത്. മണ്ണൊന്ന് ഉണങ്ങിയ ശേഷം മാത്രമേ നനയ്ക്കാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കാര്യമാണെങ്കിൽ ചെടിയുടെ ആരോഗ്യത്തിന് ഇത് വളരെ പ്രധാനമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് പ്ലാന്റ്സിനെ ഞാൻ കവറുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ ഒരു വലിയ പോട്ടിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ പോട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ആ ചെടികൾ മഴയത്ത് നശിക്കുമെന്ന് കരുതി പെട്ടെന്ന് തന്നെ എനിക്ക് അവയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ പുതിയ പോട്ടുകൾ ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ചെടികളെ കവറുകളിലേക്ക് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചത്. കവറുകൾ ആക്കി വെച്ചെങ്കിലും എൻ്റെ ചെടികൾ ഇപ്പോൾ സുരക്ഷിതമാണ്. ചെടികൾ പൊട്ടിയ പോട്ടിൽ കിടന്ന് നശിച്ചു പോകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എങ്കിലും അവയെ ഇനിയും നല്ലൊരു പോട്ടിലേക്ക് മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ നന്ദി.